ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതാദ്യമായി CPM പറയുന്നു EP ജയരാജനെതിരെ ഒരു തരത്തിലൊരു സംഘടനാ നടപടി എടുത്തു വന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലേ? വിജയകുമാർ, EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിയോഗിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ആ നിയോഗിച്ച തീരുമാനം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പിന്നീട് പിൻവലിച്ച് TP രാമകൃഷ്ണനെ കൺവീനറായി നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. ഒരു തരത്തിൽ സംഘടനാ നടപടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടായത്. എന്നാൽ CPM-ന്റെ 6 സംഘടനാ അച്ചടക്ക നടപടികളിൽ ഗണത്തിൽ ഇത്തരത്തിൽ ഈ കാര്യം വരുന്നില്ല എന്ന് മാത്രമല്ല ഒരു അച്ചടക്ക നടപടി എന്ന് പ്രഖ്യാപിച്ചാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരായ നടപടി അദ്ദേഹത്തിൻ്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിലാണ് എടുക്കേണ്ടതെന്ന് സാങ്കേതികത്വമുണ്ട്. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു തരത്തിലുള്ള നടപടിയായി തന്നെയാണ് CPM കാണുന്നത്. പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടാണ് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്ന കാര്യം ഈ ജില്ലാ സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിൽ ഈ MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ പാർട്ടി കണ്ടെത്തിയിരുന്നു. ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മറ്റു ചില പോരായ്മകൾ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അതിന് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം സ്ഥിരീകരണം നൽകിയതും ഈ BJP-യുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറഞ്ഞ പ്രസ്താവനയുമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് EP ജയരാജനെ പ്രവർത്തനത്തിലെ പോരായ്മ കണക്കാക്കി മാറ്റിയതെന്നാണ് ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ട് എന്നാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. തിരുവനന്തപുരം സമ്മേളനത്തിലേക്ക് വന്നാൽ അവിടെ തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരത്ത് നടപ്പായില്ല എന്ന വിമർശനവും MV ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. പാർട്ടി വിട്ട മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര പരാമർശമാണ് MV ഗോവിന്ദൻ അവിടെ നടത്തിയത്. തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയായി V ജോയ് തുടരും. ശ്രീജിത്ത് അതിൻ്റെ കൂടി വിവരങ്ങൾ ഇപ്പോൾ നൽകും. ഈ തെറ്റുതിരുത്തൽ രേഖ നടപ്പായില്ല, അതുപോലെ അവിടുത്തെ പാർട്ടിയിലുണ്ടായ ജീർണത, അതൊക്കെ മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അക്കമിട്ട് പറയുന്നുണ്ടല്ലേ ശ്രീജിത്ത്? SP ജയകുമാർ, ഈ ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കാത്തതിൻ്റെ കാര്യം MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് കാരണം മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആകാത്തതിനെ തുടർന്ന് ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് BJP-യിൽ ചേരുകയും ചെയ്ത സംഭവമാണ്. തെറ്റുതിരുത്തൽ രേഖ ഫലപ്രദമായി നടപ്പിലാക്കിയെങ്കിൽ മധു മുല്ലശ്ശേരിമാർ തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകൾ എങ്ങനെ പാർട്ടിയിലെത്തി എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ ജില്ലാ സെക്രട്ടറി V ജോയ് പറഞ്ഞതുപോലെ പണവും പാരിതോഷികവും മറ്റും നൽകിയാണ് എത്തിയത് എന്ന കാര്യം ആവർത്തിച്ചു. അത് മുൻകാല നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ വിമർശനമായി തന്നെ കണക്കാക്കാം. ഇതോടൊപ്പം തന്നെ മധു മുല്ലശ്ശേരി നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ ടൂറിന് കൊണ്ടുപോകുന്നു. 2 തരത്തിലുള്ള ടൂറാണ് മധു മുല്ലശ്ശേരി നടത്തിയിരുന്ന കാര്യവും MV ഗോവിന്ദൻ പറഞ്ഞു. ഒന്ന് മദ്യപിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്ന ടൂറും മറ്റൊന്ന് അല്ലാത്തവരെ കൊണ്ടുപോകുന്ന ടൂറും. ഈ നിലയ്ക്കുള്ള ടൂറും മറ്റുമാണ് മധു മുല്ലശ്ശേരി സംഘടിപ്പിച്ചത്. അങ്ങനെ നേതാക്കളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് തുടർന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാനാവാത്ത പ്രവണതയാണെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. 46 അംഗ ജില്ലാ കമ്മിറ്റിയെ ഇപ്പോൾ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പുതിയ ജില്ലാ കമ്മിറ്റി ചേർന്ന് ജില്ലാ സെക്രട്ടറിയായി V ജോയിയെ വീണ്ടും തെരഞ്ഞെടുക്കും. 1.5 വർഷം മാത്രമേ ജില്ലാ സെക്രട്ടറി ആയിട്ട് V ജോയി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടരുമെന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ മൊത്തം 9 പേരെ പുതുതായി ഉൾപ്പെടുത്തി. 7 പേരുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 MLA-മാരുണ്ട്. ആറ്റിങ്ങൽ MLA OS അംബിക, അരുവിക്കര MLA G സ്റ്റീഫൻ, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, ഒപ്പം തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, PKS നേതാവായ വണ്ടിത്തട മധു, മഹിളാ അസോസിയേഷൻ നേതാവായ ഷീജ സുദേവ് എന്നിവരടക്കമുണ്ട്. ബാക്കി 2 പേരുടെ പേര് വിവരങ്ങൾ കൂടി ഇനി ലഭിക്കാനുണ്ട്. അത് പുതുതായി വന്ന ഏരിയ സെക്രട്ടറിമാരാണ് എന്നാണ് സൂചന. എന്തായാലും അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനുള്ള വാർത്താ സമ്മേളനം ഇവിടെ നടക്കും. തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരത്ത് നടപ്പായില്ല എന്ന വിമർശനമാണ് MV ഗോവിന്ദൻ നടത്തിയത്. പാർട്ടി വിട്ട മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര പരാമർശം സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ മറുപടി പ്രസംഗത്തിൽ നടത്തുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറിയായി V ജോയ് തുടരും. 9 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.